സൂപ്പർ. ആ വരുന്ന ഇവ എടുത്തോട്ട്. പുഴയിലെ മീനുകൾ മിഴിപൊത്തിക്കളിക്കണ നേരം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആ കണ്ട് ഞങ്ങളിപ്പോൾ ഉള്ളത് ദുബായിലുള്ള ലവ് ലേക്കിലാണ്. ലവ് ലേക്ക് ബാക്ക്. പക്ഷെ ഇവിടെ അങ്ങനെ ആള് അനക്കും ഒന്നുമില്ല കേട്ടോ. ഇങ്ങോട്ട് വന്നത് തന്നെ കുറേ വിജിനമ്പിച്ച ഏരിയയിൽ കൂടിയാണ്. ലവ് ലേക്ക് എന്ന് പറയും പോലെ തന്നെ ദേ അവിടെ ഇവിടെ എല്ലാം ഹാർട്ട് ഷേപ്പ് ഉണ്ട് കേട്ടോ. ഇതുപോലെ വരുന്ന വഴിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ വണ്ടിയിൽ കയറി പാർക്കിങ്ങിന്റെ ഈ സൈഡിലായിട്ട് വരും. ഇവര് ഹാർട്ട് ഷേപ്പ് കണ്ട അന്നേരം ഐ ലവ് യു പറയും. അതിൽ ഐ ലവ് യു എന്നല്ല, ലവ് എന്ന് മാത്രമേ ഉള്ളതിന്. ലവ് ഷേപ്പ്, അത് ഹാർട്ട് ഷേപ്പ്. കൊറേ ഫ്ലവേഴ്സും ഉണ്ട് അതിന്റെ ചുറ്റിലും, നല്ല ഭംഗിയുണ്ട്. ലെറ്റ്സ് ഗോ. ഇവിടാണ് എൻട്രൻസ്. കടലാസ് ചെടിയാണ് ആർച്ചായിട്ട് വെച്ചിരിക്കുന്നത്. ഓറഞ്ച് നല്ല രസമുണ്ട്. കാട്. പക്ഷെ നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞ് ഇവിടത്തോട്ടാണോ വരുന്നേന്നൊരു സംശയം തോന്നിപ്പോയില്ലയോ അല്ലേ? നമ്മളിങ്ങോട്ട് വരുമ്പോഴേ ഇത് ഇങ്ങോട്ടോരാണോ ശരിക്കും ഒന്ന് തോന്നിപ്പോകും. കാര്യം ആരും ഇങ്ങോട്ട് വരുന്നതായിട്ട് കാണത്തില്ല. അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. എല്ലായിടത്തും സ്പെസിഫൈ ആയിട്ട് കാണുന്നത് ലവ് ആൻഡ് ലവ് ഒള്ളിയൻ. നല്ല കൂളിംഗ് ഉണ്ടല്ലേ. പോയിക്കോ ഇഷാനി, വെള്ളത്തിൽ നിന്ന് അങ്ങ് പോയിക്കോ. അപ്പായോടെ പോ. ഗേറ്റാ അതല്ലേ? കേട്ടോച്ചാ, അത് ഗേറ്റാ. ലവ് ലേക്ക്. ഓ അങ്ങോട്ട് പോരുന്നു, റെസ്ട്രിക്റ്റഡ് ഏരിയ. ഇങ്ങോട്ട് വാ. അതും റെസ്ട്രിക്റ്റഡ് ഏരിയ. അപ്പൊ നേരെ തന്നെ പോണം. അതുകൊണ്ടാ. ശരിയാണല്ലോ. നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ട് വന്നിട്ട് കിട്ടുമെങ്കിൽ ഞാൻ സൂം നോക്കട്ടെ. കൊരങ്ങനോ വണ്ടി വരുന്നേ? ഹായ്. അതാണ് അങ്ങോട്ട് റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിട്ട് വെച്ചേക്കുന്നത് കേട്ടോ. നല്ല കളകളാരവം നോക്കി. അവർക്കുള്ള വെള്ളവും ഫുഡും എന്തൊക്കെയാണ്. ഇത് കണ്ടോ. വാ. യോ, അത് കണ്ടിട്ട് അതിനകത്ത് ഇറങ്ങി കിടക്കാൻ തോന്നുന്നു. എന്ത് രസമാ. ഇതാണപ്പോൾ സംഭവം. ലവ് ഷേപ്പ് ആയിരിക്കും അല്ലേ? ഹായ്, താറാവാണോ അത്? വെരി നൈസ്. പക്ഷെ ഇത് ഹാർട്ട് ഷേപ്പ് ആണെന്ന് നമ്മുടെ വീഡിയോയിൽ എങ്ങനെ കാണിക്കാനല്ലേ? വലിയ ഹാർട്ട് ഷേപ്പ്. എന്താ വെച്ചാ ഫിഷ് ഉണ്ടോ ഇതിനകത്ത്? ഹായ്, സൂപ്പർ. ഇതേ ഞാൻ പണ്ട് ആവശ്യത്തിൽ നിൽക്കുമ്പോ അയ്യോ പക്ഷെ ഫിഷ് ഫുഡ് കയ്യിലില്ലാണ്ടായിപ്പോയില്ലേ. നീ ഇവിടുന്ന് ഫിഷ് ഫുഡ് കിട്ടുമോ? വാവ്, സൂപ്പർ. ആടേ, അടിപൊളി. അവര് ഫിഷ് ഫീഡ് ചെയ്യുന്നു തോന്നുന്നു. സൂപ്പർ. വരുന്ന ഇവ എടുത്തോട്ട്. വായിച്ചാനി അവിടെ നിന്ന് ഡാൻസ് ചെയ്യാൻ ഇങ്ങോട്ട് വാ. അങ്ങനെ ആക്കി വെള്ളത്തിനകത്തോട്ട് പോയി വീഴല്ലേ കേട്ടോ.
ഞാൻ പണ്ട് റാവിസിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ സംഭവം ഉണ്ടായിരുന്നു, ഫിഷ് ഫീഡിങ്, ഈ സെയിം സാധനം. ആ നല്ല രസമുണ്ട്. ചെറുതുങ്ങളുണ്ട് കേട്ടോ. കുറച്ചായി. രണ്ടിനെയും വെള്ളത്തിൽ നിന്ന് എടുക്കേണ്ടി വരും. പിന്നെ അവിടെ നിന്ന് മേടിക്കാൻ കിട്ടും. അതാ ഞാൻ അവരോട് പറഞ്ഞ പുറമോട്ട്. ഇതുവഴി അങ്ങോട്ട് നടക്കാനാണോ വെച്ചാ? ഏത് സൈഡിലോട്ട് പോന്ന്? ഇവാനി പോന്ന വാക്കിന് പോന്നത് ഇപ്പുറത്തോടെ പോകണം. ഇഷാൻ, ഇവ മോളെ വാ, നമുക്ക് ഇതുവഴി അങ്ങോട്ട് പോവാം. ഏതായാലും വിഷയമില്ല, വീഡിയോ നമുക്ക് എങ്ങനെയായാലും എടുക്കാം, അത് കുഴപ്പമില്ല. മീൻ അങ്ങ് വരെ ഉണ്ടോ? എനിക്ക് തോന്നി ഇവിടെ ഇങ്ങനെ ആള് കൂടിയിരിക്കുന്നിടത്തോട്ടാണ് ഇത് വരുന്നതേ. ആ അതാ, അല്ലാതെ ഫുള്ളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചാ നോക്കട്ടെ എന്തായാലും ഇതിനകത്തുണ്ടോന്ന്. അല്ലെന്ന് ഇവിടുന്ന് ഫുള്ളും ഇല്ല. ഇവർക്കൊക്കെ ഈ എന്തുവാ ഫുഡ് എടുത്തെടുത്ത് ഇവർക്ക് ശീലമായിട്ട് ആൾക്കാരിരിക്കുന്നിടത്തോട്ട് ഇവര് പോത്തോളിച്ചാ. അല്ലാതെ ഇതിനകത്ത് ഫുള്ളൊന്നും ഇല്ല. കണ്ടോ, ഉള്ളതെല്ലാം ആ ഏരിയയിൽ തന്നെ ഉണ്ട്, ഫീഡിങ് ഏരിയയില്. ഈശാനി ഓ, ഇതാണ് അതിന്റെ ഭംഗി. കാണിക്കട്ടെ, ദേ അവിടെ കണ്ടോ ആ ചെടി വളർത്തേക്കുന്ന ഒട്ടകം? അതാണ് ഒട്ടക ഷേപ്പ്. ദേ അവിടെ ഞാൻ കാണിക്കാം, ഈ സൂം ഇടട്ടെ. കണ്ടോ, ഒട്ടക ഷേപ്പിൽ അവർ വളർത്തേക്കുന്നത്. ഓരോ പക്ഷികളും ഉണ്ട് ഇടയ്ക്ക്. ഞാൻ നേരത്തെ അലച്ചത് എന്താ അവർ അതിനകത്ത് അലോഡ് ആക്കാത്തത്. ഇതാണ് ഒട്ടകം, കറക്റ്റ്. ഡക്കോ ഇവിടെ ഉണ്ടായിരുന്നില്ല കുറച്ച്, എന്തി അതെല്ലാം പോയോ നീന്തി? ഇതോ നമ്മള് വരുംതോറും അത് അങ്ങോട്ട് പോകണം. അതാ കണ്ടു മോളെ. എങ്ങോട്ടോ? അങ്ങോട്ടോ? ഓഹോ, ആ ഇതുവഴി കറങ്ങി അങ്ങനെ പോയത് എങ്ങനെ? ഓ ഓ മനസ്സിലായിച്ചേ, ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ടാണ് ലവ് ഷേപ്പ് ഇല്ലേ? വലുതാണ് സംഭവം. പക്ഷെ ഇത് നമുക്ക് ഫുൾ ആകൃതി കാണിക്കാൻ പറ്റത്തില്ല അല്ലേ? മറ്റേ അല്ലേ സംഭവം വേണം. ഡക്ക്. നമുക്ക് നടക്കാം. ഇത് വലിയൊരു റൗണ്ടാണ്, ഇത്രയും നടന്നെടുക്കാൻ താമസം എടുക്കും. ആണ്, എല്ലാരും അവിടെ നിന്ന് കാണുന്നു. കാര്യം പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഈ സംഭവം സെറ്റപ്പ് കൊള്ളാം. ഇത് ലവ് ഷേപ്പാണേ, എന്നിട്ട് ഇരിക്കാനുള്ള കണ്ടോ തടി വെച്ചിട്ടുള്ളത് കണ്ടോ? അത് കൊള്ളാം, പൊളിച്ച്. ബെഞ്ചും ഇത് സെറ്റപ്പ് കേട്ടോ. ഈ കടലാസ് ആ ഒരു ചെടിക്കകത്ത് തന്നെ പല കളേഴ്സ് സംഭവം. അത് എല്ലാ കളറിന്റെയും കമ്പ് വെച്ചിട്ടേ അങ്ങനെ വെട്ടിയെടുത്ത് വെച്ചേക്കും. അത് കൊള്ളാം.
വെയിലാണ്ട് സത്യത്തിൽ എന്തോ കിട്ടുന്നതെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം. കമോൺ. യൂഹു. അല്ല മൗഗിളിയൊക്കെ ചാടി നടക്കത്തില്ല നമ്മുടെ കിവാന്. ആ നമ്മൾ വരുന്നുണ്ട്, ഇനി വല്ലതും കിട്ടുമെന്ന് കരുതി വരുമായിരിക്കും. മുതലല്ലോ വെച്ചത് മീനാ മുതലേന്നത്. പുലരിപ്പൂപ്പെണ്ണി ഇളവേലും ചുറ്റി പതിവായിട്ടിങ്ങാൻ. നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് നടത്തം വെച്ചത്. കുറച്ചുകൂടെ നടന്ന അവിടെ എത്തി. ഇവിടെ കിടന്ന ഇവിടെ കിടക്കത്തേ ഉള്ളൂ. എൻ്റെ എല്ലാം നല്ല രസമുണ്ട് വാട്ടർ ഇങ്ങനെ പമ്പ് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ കുറച്ച് ദൂരെയായിപ്പോൾ എല്ലാം അടുത്തിന്ന് പിടിക്കായിരുന്നു. ആഹാ അത് കൊള്ളാം. ആ അവിടെ 2-3 അടുത്തുണ്ട്. സത്യം ഈ ഒരു ഏരിയയിൽ ഇല്ലെന്നേ ഉള്ളായിരുന്നു. അപ്പുറത്തെ ആ സൈഡിലൊക്കെ ഉണ്ട് അങ്ങനെ. 400 years old tree. ഓഹോ ഗൈസ്, I am 400+ years old. ഈ ട്രീയുടെ ഏജാണ് കേട്ടോ. ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാവേ. ഇങ്ങനെയാണ് സംഭവം. പിന്നെ ഇതേ നല്ല രസകരമായിട്ടൊരു സംഭവം, +=ലവ്. ഇവിടെ നമുക്ക് 2 പേർക്ക് നിൽക്കാം കേട്ടോ. പക്ഷെ ഇത് ആര് ഫോട്ടോ എടുത്തു തരും എന്നുള്ളത്. ഇച്ച അവിടെ നിൽക്കും ഫസ്റ്റ്, സെക്കൻഡ് ഞാൻ നിൽക്കും. =ലവ് ആണ്. പക്ഷെ ഇവളുമാർക്ക് ഇത് അറിയാമെന്ന് അറിയത്തില്ല. ഒന്ന് കൈ ക്യാമറ കൊടുത്തിട്ട് ഒരു ഫോട്ടോയോ ഒരു വീഡിയോയോ എടുത്ത് നോക്കാം. ഇവ ഇനി വന്നേടാ. ഇവാ വാ, ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞ് വാ. കൈ ഒന്ന് പൊക്കേ. വിളിച്ചേ. റെസ്റ്റിംഗ് ടൈം. നടന്ന് കുറച്ച് കുഴഞ്ഞു. റെസ്റ്റിംഗ് ടൈം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആളും തിരക്കും ബഹളും ഒന്നുമില്ല. ഇത് 24 hours ഓപ്പൺ ആണോ? അതാ ഇവിടെ കല്ല് നോക്കേ. മീറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. എവിടെയാ മോളെ? അങ്ങോട്ട് പോണേ. വെള്ളത്തിൽ കൂടെ പോണം. നിങ്ങൾ 2 പേരും ഇല്ലായിരുന്നെ ഞങ്ങൾ എപ്പോഴേ ഈ വെള്ളത്തിൽ കൂടെ നടന്ന് അപ്പുറത്തെത്തിയേനെ. നിങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഈ വെള്ളത്തിൽ കൂടെ ഇറങ്ങി പോകാൻ പറ്റാത്ത. അല്ലേ ഇതാ ഇതുവഴി നമുക്ക് സുഖമായിട്ട് ഇറങ്ങി അപ്പുറത്ത് എത്താം കേട്ടോ. ഇത് ഈ സൈഡിൽ കൂടെ ഇറങ്ങി അപ്പുറത്തും പോകാം. ആ സാരമില്ല കേട്ടോ ഇച്ചാ, സാരമില്ല, നമുക്ക് കൈ പിടിച്ച് പോവാന്ന്. നിങ്ങളൊരു കാര്യത്തിൽ നിങ്ങളൊരു 3 പേര് ഇവിടേക്ക്, ഞാൻ ഇവിടുന്ന് അപ്പുറത്ത് പറ്റി വന്നാലോ? അങ്ങനെ പറയാം. ഞാൻ ഒഴുകിപ്പോയി എന്തോ ചെയ്യും. കാലല്ലേ ഇരിക്കുന്ന ആരാ? ഫിലിപ്പീനിയാണോ? അവർക്കൊക്കെ നീന്തലുണ്ട്. എനിക്ക് തോന്നണ്ടേ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഷോർട്ട് കട്ട് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി അവിടെ കയറാൻ തോന്നുന്നു. അവിടെ നിക്കുവാ. ഇവൈഷ അവിടെ നിക്ക്. നല്ല പായലുണ്ടോ? എപ്പോഴും വെള്ളം ഒഴുകി കിടക്കുമല്ലേ അത്. കുപ്പിയും ഷൂവും. അങ്ങോട്ട് മാറിക്കടാ. അല്ല അത് ദേശാടന പക്ഷികളാണ്. വാട്ടർ പമ്പ് ചെയ്യുന്നത്.
ഇവിടെ ഇന്ന് 2-3 ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചാനലൊന്ന് ചെക്ക് ചെയ്താൽ നിൽക്കുകയാണ്. ഇവമോളെ ഈശമോളെ ഞങ്ങൾ ആദ്യമേ കൊണ്ട് അപ്പുറത്തെ സൈഡിലാക്കി കേട്ടോ. എന്നിട്ടാണ് ഞങ്ങൾ ഈ വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നത്. നമ്മളാ ഇറങ്ങുന്ന സമയത്ത് കുറച്ച് വഴുക്കലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളിലോട്ട് വരുമ്പോൾ മാത്രമല്ല ആഴം ഒരുപാടൊന്നും ഇല്ലായിരുന്നു. ഇത് എളുപ്പത്തിനുള്ളതാണ് കേട്ടോ. ചുറ്റാനാണെങ്കിൽ ലൗലേക്ക് ഒരുപാടുണ്ട്. ഇവരുമായിട്ട് അത് നടന്നെത്തത്തില്ലെന്ന് തോന്നിയിട്ട് ഞങ്ങൾ ഈ ഷോർട്ട് കട്ട് വഴി ഇറങ്ങിയത്. ഇവിടെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഈ പാട്ടാണ് കേട്ടോ ഓർമ്മ വന്നത്. അത് ഞാനൊരു ഷോർട്ടിനെടുത്ത് വെച്ചിട്ടുണ്ട്, എഡിറ്റ് ചെയ്തിടണം. നല്ല ഭംഗിയുണ്ട്. നീലനിലാവിൻ പുഴയിലെ മീനുകൾ മിഴിപൊത്തിക്കളിക്കണ നേരം കാത്തിക്കരാവി കൽവിളക്കണേ മാമ്പൂക്കൾ വിരിയും തുമ്പിൽ മലയും ഞാനൊരു ചാഞ്ചാട്ടം. ഇതിപ്പോൾ എത്ര നടന്നാലാവും എന്തോ, എത്ര നടന്നാലാവും. നമ്മൾ എവിടുന്ന് നടന്നു തുടങ്ങി ആണോ? വെള്ളത്തിൽ കൂടെ വേണമെങ്കിൽ ചെരുപ്പ് പറഞ്ഞോടാ. ഇവിടെ നമുക്ക് ഇറങ്ങി അപ്പുറത്തെത്തണ്ടേ? ഇതൂടെ കഴിഞ്ഞാൽ തീർന്ന്, നമ്മൾ നടന്ന് തീർന്ന്. നമ്മൾ ഷോർട്ട് കട്ട് വഴി കയറി പോരുന്നു വെള്ളത്തിൽ കൂടെ ഇറങ്ങി. നല്ല ചുറ്റാൻ നിന്നു. ഓ നോക്കി അതിന്റെ കാലിന്റെ നീളം കണ്ടോ? അത് വെള്ളത്തിലോട്ടിറങ്ങി. ോ ഒരുപാട് പക്ഷികൾ അവിടുന്ന് ഇപ്പൊ പറഞ്ഞിറങ്ങി. നമ്മൾ സ്റ്റാർട്ടിംഗ് ഏരിയയിലെത്തി. ഞങ്ങൾ കുറേ ക്രോസ് ചെയ്ത് ആ വെള്ളം ഇടയ്ക്കോട്ടൊക്കെ കഴിഞ്ഞ് പോരുന്നു കേട്ടോ. നടക്കാനാണ് ഇഷ്ടം പോലെ ഉണ്ട്. ഇവരുമായിട്ട് അത്രയൊന്നും പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി. ഇതിപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഫിഷ് ഫീഡിങ് ഏരിയ ഉണ്ടല്ലോ, അവിടെ എത്തി. ഒന്നുമില്ലല്ലയോ, ഇനി റെഡിയാക്കാനുള്ളതായിരിക്കും. അല്ലല്ല, മറ്റേ ഗ്രില്ല് ചെയ്യുന്ന കേട്ടോ. ആ അത് കൊള്ളാം. വാ വാ രണ്ടുപേരും വാ. ഞങ്ങളങ്ങനെ തിരിച്ചു പോവാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഇനിയും കുറച്ച് നടക്കാനുള്ള ഏരിയയൊക്കെ ഉണ്ട്. നമ്മളതെല്ലാം സ്കിപ്പ് ചെയ്ത് രാത്രിക്ക് മുമ്പ് വീട് പിടിക്കണം. നല്ല സൗണ്ട് ഇവിടെ വരും. വലിയ ഇതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ലല്ലോ. കളകളാരവം എന്ത് രസമാ. അതാണ് എപ്പോഴും ഇതൊക്കെ കേട്ടോണ്ടിരിക്കാതെ. നമ്മൾ കുറേ ഇതോണക്കുള്ള കുറേ വൃക്ഷങ്ങളുള്ളിടത്തൊക്കെ ഇത് വരും. അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾ നേരത്തെ കണ്ട പക്ഷികളൊക്കെ പോയേക്കുന്നു. എന്താ വെച്ചാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് താഴെ കാണപ്പെടുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളാക്കിയിട്ട് ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ ഷോർട്സിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, ഞാൻ കമ്മലിടാൻ മറന്നായിരുന്നു. ഓക്കെ ബൈ. നമ്മൾ തിരിച്ചു വരുന്ന വഴിയിൽ ഹായ് ഒട്ടകം. ഇതിങ്ങനെ ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് കൊണ്ട് നിർത്തിയേക്കുമായിരിക്കും അല്ലേ? ഞങ്ങൾ കേറിയതാണേ വേണ്ട.